ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പഴം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതിൽ 8 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ബനാന ബോൾസിന്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാനിതാ 2 പഴം എടുത്തിട്ടുണ്ട്. നമ്മളെ നേന്ത്രപ്പഴം. ഈ പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് അങ്ങനെ കട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പഴമെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. RKG അല്ല എങ്കിൽ ഫ്ലേവർ വരുന്ന ടൈപ്പ് നെയ്യ് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴം നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. പഴം വാട്ടിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ വേണ്ടി നോക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് പഴത്തിൻ്റെ മധുരം കൂടി ഒന്ന് കണക്കാക്കിയിട്ട് അങ്ങനെ ചേർക്കാം. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം. തരി എന്ന് പറഞ്ഞാൽ റവ. ഒരു 4 ടേബിൾ സ്പൂൺ തരി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പാലെല്ലാം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അതായത് ഈ പഴത്തിൽ പിടിക്കുന്ന രീതിയിൽ കുറുക്കിയെടുക്കാം. ആ പാലെല്ലാം നല്ലോണം പഴത്തിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് നമ്മൾ ചേർത്ത തരിയും വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അത് ഞാൻ ആക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ബോൾസ് ആക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ടാട്ടോ എടുത്തത്. ഇത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ബോൾസ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബാക്കി ഉരുട്ടി വെച്ചതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നിങ്ങളുടെ ചീനച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇനി ചെയ്യുന്നത് പഴം ചുരുട്ടിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ RKG ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം നിങ്ങൾ ആക്കുന്ന ചുരുട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ വറുത്തെടുക്കാണ്ട് ചെറിയ രീതിയിൽ അങ്ങനെ വറുത്തെടുക്കാം. അതായത് പൊട്ടുന്ന രീതിയിൽ ആക്കാണ്ട് നിൽക്കാം. ഈ ഒരു രീതിയിൽ അങ്ങനെ വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ വറുത്തെടുത്ത് ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ ഒരു രീതിയിൽ പഴം കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴം നമുക്ക് 2 സൈഡിലും ഒന്ന് വാട്ടിയിട്ടെടുക്കാം.
ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് വാട്ടിയെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് മീഡിയത്തിൽ ഫ്ലെയിം വെക്കാം. അപ്പോൾ ഇതാ പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ തേങ്ങേൻ്റെ പണ്ടം ഈ ഒരു രീതിയിൽ ഇതിന് മേലെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ ഓവറായിട്ട് പണ്ടം വെക്കണ്ട, പിന്നെ നമുക്ക് ചുരുട്ടി എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയൊരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പണ്ടം അങ്ങനെ വെച്ച് കൊടുക്കാം. ഈ തേങ്ങേൻ്റെ ഫില്ലിങ്ങിനെയാണ് പണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിപ്പോൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചുരുണ്ടങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ ടൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ടൂത്ത് പിക്ക് അങ്ങനെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒരു സൈഡിനായിട്ട് കുത്തിയിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ കുത്തി വെക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അങ്ങനെ അഥവാ നിങ്ങളെ ചുരുണ്ടങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അതെല്ലാം എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കുത്തി വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മൊഞ്ചുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പഴം ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പഴം കട്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് 6 kg ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത് വന്ന ആ ബാറ്റർ പകുതി ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചാൽ മതി ഇപ്പോൾ. പിന്നെ ഈ ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ വല്ലാണ്ട് അങ്ങ് കട്ടിക്ക് ഒഴിക്കണ്ട, ചെറിയ നേരിയ രീതിയിൽ അങ്ങനെ ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ താഴെ ഉപയോഗിക്കാത്ത പാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു തേങ്ങൻ്റെ പണ്ടം ചേർത്ത് കൊടുക്കാം. ഈ പണ്ടം ഞാൻ നേരത്തെ പഴം ചുരുട്ടിന് നേരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും കാണിക്കാത്തത് ആ സെയിം ഫില്ലിംഗ് ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു തേങ്ങൻ്റെ ആ ഒരു പണ്ടം ഈ ഒരു രീതിയിൽ ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഞാൻ പറഞ്ഞില്ലേ, താഴെ ഒഴിക്കുന്ന സമയത്തും ഈ തേങ്ങ ഫില്ലിങ്ങിൻ്റെ മേലെ ഒഴിക്കുന്ന സമയത്തും നേരിയ രീതിയിൽ ഒഴിക്കുക. അതായത് ഭയങ്കരമായിട്ട് കട്ടി കൂടാണ്ട് നിൽക്കാം. എങ്കിലാണ് ഇത് കഴിക്കാൻ രസം ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഫുള്ള് ഈ ഒരു ബാറ്റർ മാത്രമായി പോവും. ആ തേങ്ങാപ്പണ്ടത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടൂല. അപ്പോൾ നേരിയ രീതിയിൽ ചെയ്തിട്ടെടുക്കുക. അതിപ്പോൾ നമ്മൾ കുറച്ച് വലിയ ടൈപ്പ് പാൻ എടുക്കുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വലുപ്പത്തിൽ അതുപോലെ നേരിയതായിട്ട് അങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ നേരത്തെ പഴം ചുരുട്ടിൻ്റെ റെസിപ്പി ചെയ്തപ്പം പഴം വാട്ടി എടുത്തിട്ടില്ലേ, അതേപോലെ ആ ഒരു രീതിയിൽ പഴം വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ഇതായതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത. അങ്ങനെ വാട്ടിയെടുത്ത പഴം ഞാൻ 2 പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് മേലെ അത് വെച്ച് കൊടുക്കാം. ഇത് കുക്കാവുന്നതിന് മുമ്പേ വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ രണ്ടാമത് ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപാട് അങ്ങനെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിന് മേലെ അങ്ങനെ നിൽക്കൂല. ഈ ഒരു രീതിയിൽ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് മേലെ. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ തേങ്ങൻ്റെ ഫില്ലിംഗ് ഒന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ പോളയെല്ലാം സാധാരണ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതാ 4ാമത്തെ റെസിപ്പി ചെയ്യാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ 2ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം.
ഈ ഒരു രീതിയിൽ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പഴം ഞാൻ 2 പീസാക്കിയിട്ടാ കട്ടാക്കിയ. എന്നിട്ട് നമുക്ക് ഈ പഴം എല്ലാ സൈഡും ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ സൈഡും ഒന്ന് ഇതാക്കി എടുക്കാം. കളർ ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന്റെ ഫില്ലിങ് നമ്മൾ നേരത്തെ പഴം ചുരുട്ടിന് റെഡിയാക്കി എടുത്ത് ആ തേങ്ങയുടെ ഫില്ലിങ് തന്നെ കേട്ടോ ഇതിനും വെക്കുന്നത്. ഞാൻ മാക്സിമം സ്നാക്സിൽ സെയിം ഫില്ലിങ് ആക്കാൻ വേണ്ടി നോക്കിയതിന്. അതാകുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാവും. പെട്ടെന്ന് നമുക്ക് ഗസ്റ്റും എല്ലാം വരുന്ന സമയത്ത് റെഡിയാക്കി എടുക്കണമെങ്കിൽ സെയിം ഫില്ലിങ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴം നിറച്ച റെഡി ആയിട്ടുണ്ട്. എന്നിതാ അടുത്ത റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബനാന ഫിംഗറിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. വെള്ളം നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാണ്ട്. അപ്പം ഇതാ ഈ ഒരു ലെവലിലാട്ടാണ് ഞാൻ ബാറ്റർ ചെയ്തെടുത്തത്. അപ്പം ഇതാ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് സെൻറ്ററിൽ നിന്നായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം അത് 2 പീസാക്കി മാറ്റാം. പിന്നെ അത് നീളത്തിൽ 3 പീസാക്കിയിട്ട് ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്കങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബാറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് തന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്ന ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ബനാന ഫിംഗർ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം ഉള്ളൊന്നും വലിയ കുക്കാനും കാര്യങ്ങളൊന്നുമില്ല. പുറമേയുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് അതിൽ പിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ബനാന ഫിംഗർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടാ. ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് ആ ഒരു ക്രിസ്പിനെസ് എല്ലാം കിട്ടും. കുട്ടികൾക്ക് മെയിനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത്. അപ്പം ബനാന ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ബനാന ബോൾസിന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും വീഡിയോ ആഡ് ചെയ്യാത്ത. അപ്പോൾ ഇതാ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ അടുത്ത സൈഡിലേക്ക് നമുക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് പഴം ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അത് അവിടുന്ന് വാടി വരട്ടെ. ആ ഒരു സമയത്തേക്ക് ഇതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ഏലക്കായ ഞാൻ കുത്തിയിട്ട് ഉള്ളിൽ ആ കുരു മാത്രം അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഏലക്കാൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം
അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ പഴം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒന്ന് പാനിൽ തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടൻ്റെ മിക്സ് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാൻ്റെ അടിയിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സിമ്പിൾ കൈപ്പോള അങ്ങനെ വേണമെങ്കിൽ പറയാം. കൈപ്പോളയല്ല, സിമ്പിളായിട്ട് നമുക്ക് കൈപ്പോളൻ്റെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഒരു പഴം 3 പീസാക്കിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവിച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം ഒന്ന് വെച്ച് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് ഉന്നക്കായിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉന്നക്കായിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ചൊന്ന് സ്പീഡിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പഴം വെന്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ആവി തട്ടുന്ന പഴം എടുത്ത് മാറ്റാം. അത് തൊലി കളഞ്ഞിട്ട് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചിട്ടെടുക്കാം. എന്തെങ്കിലും മാഷർ വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കുത്തിയിട്ടെടുക്കുന്ന ഈ അമ്മിൻ്റെ ആ ഒരു കൂട്ട് വരുന്ന ഇതില്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ കുത്തിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നല്ലോണം കട്ടകളില്ലാണ്ട് നല്ലോണം ഉടച്ചിട്ടെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാൻ തേങ്ങയുടെ ഫില്ലിംഗ് ആട്ടോ എടുത്തത്. ഈ തേങ്ങയുടെ ഫില്ലിങ് നമ്മൾ മുമ്പേ ഇപ്പം വീഡിയോസിൽ കാണിച്ചിട്ട്, ഈ വീഡിയോ തന്നെ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഫില്ലിംഗ് ആട്ടോ ഇത്. അപ്പോൾ ആ പഴത്തിൻ്റെ അതിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാം. ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയുടെ ഫില്ലിങ് ഈ ഒരു രീതിയിൽ അതിനുള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം, ഒട്ടിച്ചെടുക്കാം. അതായത് ഫില്ലിങ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉന്നക്കായിൻ്റെ ഷേപ്പിലേക്ക് അങ്ങനെ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വലുപ്പത്തിലാട്ടോ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ചെറുതായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഉന്നക്കായെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനെ കുറച്ച് നല്ല പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആയി കിട്ടില്ല. കുറച്ചൊന്ന് ഇളം പഴുപ്പുള്ള പഴം, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പഴം എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ലോണം കളർ ചേഞ്ച് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ എടുക്കാം. കരിഞ്ഞു പോവരുത്, പൊരിച്ചിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ബനാന സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം നേരത്തെ കട്ട് ചെയ്തെടുത്ത് ആ ഒരു രീതിയിൽ തന്നെ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. എന്നിട്ടത് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇത് വാട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഇതിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് വാട്ടിയെടുത്ത ശേഷം നമുക്ക് ഇത് പാൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങനെ മാറ്റി കൊടുക്കാം. നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കാനുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മുട്ട പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് അങ്ങനെ വെക്കാം. പിന്നെ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിക്കൊടുക്കാം. അങ്ങനെ മുട്ട ഒന്ന് ചിക്കിയിട്ടെടുക്കാം. മുട്ട ചിക്കിയെടുത്ത ശേഷം നമുക്ക് ആ പഴവുമായിട്ട് ഈ ഒരു രീതിയിൽ പാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മധുരം ഒന്നും ഇട്ടിട്ടില്ല, മുട്ട ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച ശേഷം അതിന് മേലെ ഒരു പീസ് ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. അതിന് മേലെ നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് 3 ലെയറായിട്ട് അങ്ങനെയാട്ടോ ചെയ്യുന്നത്. സാൻഡ്വിച്ച് ചെയ്യുന്ന രീതിയിൽ 3 ലെയറായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടെടുക്കാം. എല്ലാ ഭാഗവും ഈ ഒരു രീതിയിൽ മുക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇത് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. പിന്നെ നമുക്ക് എല്ലാ സൈഡും ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് 2 സ്പൂൺ അപ്പുറം വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ബനാന സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പം 8 റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പീസാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.